Look, here is one set. ഇവിടെ ഒരു സെറ്റ്. എന്താണ് സെറ്റ്? ഏതാണ് പേര്? എന്താണ് ആ എയുടെ പ്രത്യേകത? എക്സ്. Such that x is an integer and -3 less than x less than 7. -3 less than x less than 7. അതായത് എക്സ് -3നും 7നും ഇടയിലാണ്. ഇത് സെറ്റ് ബിൽഡർ ഫോം ആണ്. ഇതിന്റെ റോസ്റ്റർ ഫോം നമ്മൾ എഴുതാൻ പോവാണ്. ഇതിന്റെ റോസ്റ്റർ ഫോം എന്താണ്? റോസ്റ്റർ ഫോം A ഈക്വൽസ് സെറ്റ് -3ക്കും 7നും ഇടയിലുള്ളത്. -3ക്കും 7നും ഇടയിലുള്ളത് ഏതൊക്കെയാ? -2, -1, 0, 1, 2, 3, 4, 5, 6. എത്ര എണ്ണം ഉണ്ട് നോക്കൂ. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. 9. അതായത് നമ്പർ ഓഫ് എ 9. ഇതിന്റെ അർത്ഥം എയിലുള്ള അംഗങ്ങളുടെ എണ്ണം 9. n ഓഫ് എ 9. അത് പ്രത്യേകം ഓർത്തു വെക്കുക. ചോദ്യം ശ്രദ്ധിച്ചു വായിച്ചാൽ റോസ്റ്റർ ഫോമിലുള്ളത് ബിൽഡർ ഫോമിലാക്കാനും ബിൽഡർ ഫോമിലുള്ളത് റോസ്റ്റർ ഫോമിലാക്കാനും നമുക്ക് മനസ്സിലാവും. കാരണം റോസ്റ്റർ ഫോമിലാ തന്നതെങ്കിൽ കൃത്യമായി അതിൽ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. നോക്കൂ, ഞാൻ വേറൊന്ന് എഴുതി കാണിച്ചു തരാം. അതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം. ഒരു എക്സ് ഈക്വൽസ് 3, 6, 9, 12, 15. ഒന്നുകൂടെ ആവാം, 18. ഇത് റോസ്റ്റർ ഫോമാണ്. ഇതിനെ നമ്മൾ മാറ്റാണ് സെറ്റ് ബിൽഡർ ഫോമിലേക്ക്. സെറ്റ് ബിൽഡർ ഫോം സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാണ്. ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് എക്സ്. എക്സ് 3, 6, 9, 12, 15, 18. എന്തോ ഒരു പ്രത്യേകത ഇല്ലേ? എന്താ? എല്ലാം 3ന്റെ ഗുണിതങ്ങളാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 3. നമുക്ക് എളുപ്പം കിട്ടി. അപ്പൊ എക്സ് ഈക്വൽസ് സച്ച് ദാറ്റ് നമുക്കിവിടെ സ്മോൾ എക്സ്. എന്താണ് എക്സ്? എക്സ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. അത് ശ്രദ്ധിച്ചെഴുതണം. മൾട്ടിപ്പിൾ ഓഫ് 3. എക്സ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് കഴിഞ്ഞിട്ട് സെറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോം എന്ന രൂപത്തിലേക്ക് റോസ്റ്റർ ഫോമിനെ മാറ്റി. എക്സ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. എക്സ് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇങ്ങനെ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും ആദ്യം പഠിച്ചു വെക്കാം. ഐ വിൽ റിപ്പീറ്റ്. സെറ്റ്സ് എന്താണെന്ന് മനസ്സിലായി. വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്, വ്യക്തമായി നിർവചിക്കപ്പെട്ട കൂട്ടത്തെയാണ് നമ്മൾ ഗണം എന്ന് പറയുന്നത്. ഇൻ ദാറ്റ് സെറ്റ് 2 types of sets are there. The first one is finite set and second one is infinite set. Infinite set, finite set എന്ന് പറഞ്ഞാൽ അറിയാലോ, കൃത്യമായി നമുക്കറിയാം എണ്ണത്ര ഉണ്ടെന്ന്. അങ്ങനെയുള്ള സെറ്റുകളിൽ that can be written as that set. ആ സെറ്റ് ഇങ്ങനെ 2 രീതിയിൽ എഴുതാം. That can be written as in 2 types. One is roster form, other is set builder form. റോസ്റ്റർ ഫോമിൽ തന്ന സെറ്റ് ബിൽഡർ ഫോമിലാക്കണം, സെറ്റ് ബിൽഡർ ഫോമിൽ തന്നാൽ റോസ്റ്റർ ഫോമിലാക്കണം. അത് വായിച്ചു നോക്കിയാൽ കൃത്യമായി മനസ്സിലാവും. സെറ്റ് ബിൽഡർ ഫോമിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ ഓഫ് 5 ഇൻ ബിറ്റ്വീൻ 1 and 25. 1നും 25നും ഇടയിലുള്ള 5ന്റെ ഗുണിതങ്ങൾ നമുക്ക് കൃത്യമായിട്ട് എഴുതിക്കൂടെ? അതിൽ ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഈ സെറ്റ്സ് നമ്മൾ പറഞ്ഞു ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു. ആ ഫൈനൈറ്റ് സെറ്റ് 2 രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞു. ഈ ഫൈനൈറ്റ് സെറ്റ് തന്നെ പല ടൈപ്പും ഉണ്ട്. ഒന്ന് നമുക്ക് പറയാം നൾ സെറ്റ്. ആദ്യം തന്നെ അങ്ങനെ തുടങ്ങാം. നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി സെറ്റ്. ചില സെറ്റ് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൽ അംഗങ്ങൾ ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ നൾ സെറ്റ് എന്ന് പറയുന്നത്. നൾ സെറ്റ്.
എം ടി സെറ്റ് എന്ന് പറഞ്ഞാലും ശരിയാണ്. എം ടി സെറ്റ് എന്താണ്? എം ടി സെറ്റ് സെറ്റ് എക്സ് such that 1 less than x less than 2. x is a real number. x is a real number. ഈ സെറ്റിന്റെ പേരാ a എന്നാണ് പേര്. a x such that 1 less than x less than 2. ഒന്നിനും രണ്ടിനും ഇടയിലുള്ള ഒരു റിയൽ നമ്പർ, ഒരു എണ്ണൽ സംഖ്യ പറയൂ. ഒന്നിനും രണ്ടിനും ഇടയിൽ, ഒന്നിനും രണ്ടിനും ഇടയിൽ ഇല്ല, എണ്ണൽ സംഖ്യയല്ല. അപ്പോൾ എ എന്ന ഗണത്തിൽ അംഗങ്ങളില്ല. കണ്ടോ, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. 0 എന്ന് പോലും എഴുതരുത്. 0 എന്ന് എഴുതി അത് വേറൊരു സെറ്റാവും പറയാം. കേട്ടോ, അംഗങ്ങളൊന്നുമില്ലാത്ത ഗണം. ഇങ്ങനെയും വരാൻ ചിലപ്പോൾ. ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ പോലും, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയെങ്കിൽ പോലും ചില സെറ്റുകൾ നിർവചിക്കുമ്പോൾ അതിൽ അംഗങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ എഴുതാം. വേറൊരു രീതി പറയാം കേട്ടോ. ഫൈ, ഇതിങ്ങനെയാ വായിക്കുക. ഫൈ എന്ന് പറഞ്ഞാൽ ശൂന്യഗണം, നൾ സെറ്റ്, എം ടി സെറ്റ്. അംഗങ്ങളൊന്നുമില്ലാത്ത ഗണത്തിന്റെ പേരാണ് ശൂന്യഗണം അഥവാ നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ്. ദാറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് ഫൈ. ഫൈ എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇതവിടെ സെറ്റ് എന്ന് എഴുതിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒന്നും എഴുതാതിരുന്നാൽ മതി. അത് നൾ സെറ്റാണ്. ആ ടൈപ്പ് സെറ്റ്സിനെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതിന് മുമ്പ് ഈ സെറ്റുകൾക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എക്സാമിനേഷനും കൂടെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഒരു സെറ്റിന് കുറേ സബ്സെറ്റ്സ് ഉണ്ടാവും. അതായത് ഒരു ഗണത്തിന് കുറേ ഉപഗണങ്ങൾ ഉണ്ടാവും. അപ്പോൾ സെറ്റ്, ഉപഗണം, ഇത് രണ്ടും നമുക്ക് പഠിക്കാം. ഒരു ഗണവും അതിൻ്റെ ഉപഗണവും, ഒരു സെറ്റും അതിൻ്റെ സബ്സെറ്റും. ഒരു മേജർ സെറ്റ്, അതിന് കുറേ സബ്സെറ്റ്സ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നോക്കാം, ശ്രദ്ധിക്കും. അതിൽ എ എന്ന ഒരു ഗണം സെറ്റ് 1 2 3. അപ്പോൾ n ഓഫ് എ, എ എന്ന ഗണത്തിൽ 3 അംഗങ്ങളാണ്. ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ അവസാനത്തെ സംഖ്യ എടുത്ത് എഴുതിയതല്ല, എത്ര അംഗങ്ങളുണ്ട് അതെടുത്ത് എഴുതിയതാണ്. ഇനി 1 2 3 എന്ന് എഴുതിയിട്ട് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റിന്റെ പേര് തന്നെ മാറ്റാം. എ ബി സി. എ എന്ന സെറ്റിൽ 3 അംഗങ്ങളുണ്ട്. എ ബി സി ആണ് അതിലുള്ള അംഗങ്ങൾ. ഇതിൻ്റെ സബ്സെറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഉപഗണങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ഉപഗണം എന്ന് പറയുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എടുത്തെഴുതാം. ആദ്യം സെറ്റ് എ, ഇതിൻ്റെ ഉപഗണം. സെറ്റ് ബി, സെറ്റ് സി, ഇതൊക്കെ ഇതിൻ്റെ ഓരോ അംഗങ്ങളുള്ള ഉപഗണമാണ്. ഇനി ഈ രണ്ടെണ്ണം എടുത്താലോ, സെറ്റ് എ കോമ ബി, സെറ്റ് ബി കോമ സി, സെറ്റ് എ കോമ സി. കണ്ടോ, എ ബി, ബി സി, സി എ അല്ലെങ്കിൽ എ സി. ഇതിനി സി എ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. അത് ഞാൻ പറയാൻ പോവുകയാണ്. ഈക്വൽ സെറ്റ്സ്, തുല്യമായ ഗണങ്ങളെക്കുറിച്ച് പറയും, ഇത് കഴിഞ്ഞാൽ പറയും. ഇനി ഇത് പോരാ, ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റാണ് അതേ സെറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ നൾ സെറ്റും. ഏത് സെറ്റിൻ്റെ ഉപഗണം നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാലും അതേ സെറ്റും ഉപഗണമാണ്, സബ്സെറ്റാണ്. ഫൈ ശൂന്യഗണവും അതിൻ്റെ ഉപഗണമാണ്. എ ബി സിയുടെ ഉപഗണങ്ങൾ കണ്ടോ. എ ഗണം സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് എ ബി, സെറ്റ് ബി സി, സെറ്റ് എ സി, പിന്നെ സെറ്റ് എ ബി സി, പിന്നെ ഫൈ. അപ്പോൾ എത്ര ഉപഗണം ഉണ്ട് നോക്കൂ. 1 2 3 4 5 6 7 8. അപ്പോൾ എയുടെ സബ്സെറ്റ് എത്ര സബ്സെറ്റ്സ് ഉണ്ട്? 8 സബ്സെറ്റ്സ്. 8 സബ്സെറ്റ്സ്. കേട്ടോ, എയിൽ എത്ര മെമ്പേഴ്സേ ഉള്ളൂ? 3. സബ്സെറ്റോ 8 എണ്ണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? എത്ര അംഗങ്ങളുണ്ട് നോക്കുക.
അപ്പോൾ അത് 2 എന്ന് എഴുതിയാൽ മതി. ഇതാ 2 ക്യൂബ്. ഇതാണ് സബ്സെറ്റിൻ്റെ എണ്ണം. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 അല്ലേ? 2 × 2 × 3 2 × 2 × 2 8. ഇതാ 8 സബ്സെറ്റ്സ്. ഇവിടെ 4 ആണെങ്കിൽ 2 × 4 സബ്സെറ്റ്സ് ഉണ്ടാവും. 2 × 4 സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ 16 സബ്സെറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എ എന്ന ഗണ സെറ്റിൽ എത്ര അംഗങ്ങളുണ്ട്? n ഓഫ് എ 3 1 2 3. സബ്സെറ്റ്സ് 8 എണ്ണം ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ 2 ദിസ് നമ്പർ ഓഫ് എ എത്രയാ നോക്കുക. അത് 2 എന്ന് എഴുതിയാൽ. ഇത് 5 ആണെങ്കിൽ സബ്സെറ്റിന്റെ എണ്ണം 2 5. 2 × 2 × 2 × 2 × 2 5 ടൈംസ് 32 എന്ന് കിട്ടും. അപ്പോൾ സബ്സെറ്റ്സിന്റെ എണ്ണം കാണാം. ഇടയിൽ നമ്മൾ പറഞ്ഞില്ലേ ഈക്വൽ സെറ്റ്സ്. ഞാൻ പറഞ്ഞില്ലേ എ സി എന്നുള്ളതിന് സി എ എന്ന് എഴുതാം. അത് തെറ്റല്ല. ഓർഡർ പ്രധാനമല്ല. ഇവിടെ നോക്കൂ, എ ബി സി. ഞാൻ വേറെ ഒന്ന് എഴുതാം. ഇവിടെ മാത്രം വെച്ച് നമുക്ക് ചെയ്താം. എ ഈക്വൽസ് എ ബി സി, ബി ഈക്വൽസ് ബി സി എ, സി ഈക്വൽസ് എ സി ബി. ഇതൊക്കെ ഇതാ ഓൾ ആർ ഈക്വൽ സെറ്റ്സ്. അപ്പൊ ഈക്വൽ സെറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന ഗണത്തിൽ ആരൊക്കെയുണ്ടോ, ഈ സെറ്റിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ ബിയിലുണ്ട്. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിന്നേ ഉള്ളൂ. അതൊക്കെ തന്നെ സിയിലുണ്ട്. കണ്ടോ, എ ബി സി ഇതിലുണ്ട്, എ ബി സി എ ബി സി. അപ്പോൾ ഈ 3 സെറ്റിനെ നമുക്ക് ഈക്വൽ സെറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഈക്വൽ സെറ്റ്സ് പഠിച്ചു, നൾ സെറ്റ്സും പഠിച്ചു, പിന്നെ സബ്സെറ്റ് ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു. നമുക്കിനി ഒരു സബ്സെറ്റും കൂടെ ചെയ്യാം. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കും സബ്സെറ്റ്സ് എന്തൊക്കെയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. ഫൈൻഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽസ് 1 2. ഇതിൻ്റെ സബ്സെറ്റ്സ് ഏതൊക്കെയായിരിക്കും? സബ്സെറ്റ്സ് ഓഫ് എക്സ് ഏതൊക്കെയായിരിക്കും? സബ്സെറ്റ്സ് സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 2. അതാ അതേ സെറ്റും 5. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് ആണല്ലോ 5. അപ്പോൾ ഇവിടെ 4 എണ്ണേ ഉള്ളൂ. 1 2 3 4. അതായത് ഇവിടെ 2 എണ്ണേ ഉള്ളൂ. 2 കണ്ടോ? നമ്പർ ഓഫ് സബ്സെറ്റ്സ് വി വിൽ ഗെറ്റ് ഫ്രം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ്. ഈ സെറ്റിൽ എത്ര ഉണ്ട് നോക്കണം. അതിന് 2 എന്ന് എഴുതിയാൽ സബ്സെറ്റ്സിൻ്റെ നമ്പർ കിട്ടും. ഇതാണ് നമ്മളിതിലെ പ്രാഥമികമായി പഠിച്ചു വെക്കേണ്ടത്. മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം ഒന്നുകൂടി പറയാം. സെറ്റ്സിൽ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ കൃത്യമായി ഓരോ മെമ്പറും അതിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, എലമെൻസിനൊക്കെ. മറ്റേതൊരു സൂചന തരും, വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ടാവും. അതുപ്രകാരം നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാം, റോസ്റ്റർ ഫോമിനെ ഇങ്ങോട്ടും മാറ്റാം. പിന്നെ ഒരു മെയിൻ സെറ്റ്. ഈ എലമെൻസിൽ ഒരു കാര്യം കൂടെ, മെയിൻ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറയേണ്ടതായിരുന്നു. ഇതാ ഈ എലമെൻസിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? എ ഈക്വൽസ് സെറ്റ് 1 2 3. ഇതിൻ്റെ സബ്സെറ്റ്സ് എഴുതാൻ ചോദിക്കും. ഒന്നുമില്ല. അതിലേതൊക്കെ എലമെൻസ് നോക്കാം. എലമെന്റ് ഇതാ 1 ഈസ് എലമെന്റ് ഓഫ് എ. 1 എയിലെ അംഗമാണ്. 2 എലമെന്റ് ഓഫ് എ. 3 എലമെന്റ് ഓഫ് എ. എന്നാൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സെറ്റ് എ, സെറ്റ് 1 ഇതാ ഇങ്ങനെ എഴുതിയാൽ, സെറ്റ് 1 എഴുതിയാൽ അത് നമ്മൾ ഇതാ സബ്സെറ്റ് എന്ന് എഴുതുക. എങ്ങനെയാണ് കേട്ടോ? 1 എന്ന് പറയുന്നത് ഇതിലെ ഒരു എലമെന്റ് ആണ്. സെറ്റ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് 2 എലമെന്റ് ഓഫ് എ. സെറ്റ് 3 സബ്സെറ്റ് ഓഫ് എ. ഇവിടെയൊക്കെ സബ്സെറ്റ് ആണ്, എലമെന്റ് അല്ല. ഹിയർ ഓൾ ആർ എലമെന്റ്സ്. 1
element of A, but set 1 is subset of A. 2 element of A, set 2 subset of A. 3 element of A, set 3 subset of A. Here 4 ഇതിൽ എലമെന്റ് ആണോ? അല്ല. അപ്പൊ എന്ത് എഴുതും? നോട്ട് an element of A. കണ്ടോ? എലമെന്റ് ഓഫ് എഴുതി കട്ട് ചെയ്യും. സിമിലർലി ഇവിടെ എഴുതാം സെറ്റ് 4 നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ അത് രണ്ടും പഠിച്ചു വെക്കണം, പ്രത്യേകം പഠിച്ചു വെക്കണം. ഇതും നോട്ട് എലമെന്റ് ഓഫ് എയും എലമെന്റ് ഓഫ് എയും അത് സെറ്റിനുള്ളിൽ വരുമ്പോൾ അതിൻ്റെ ഫിഗർ മാറി, സബ്സെറ്റ് എന്നായി. കണ്ടോ? സബ്സെറ്റ്. നോട്ട് എ സബ്സെറ്റ് കട്ട് ചെയ്തു, നോട്ട് എൻ എലമെന്റ് കട്ട് ചെയ്തു. സെറ്റ് എഴുതുന്നതോടുകൂടി അത് സബ്സെറ്റ് ഇത് വായിക്കണം. ഇതൊരു എലമെന്റ് മാത്രമാണ്, 1 element of A. Remember it. Next in next unit.